ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായ ഗബ്രിയൽ ഗാർസിയ മാർക്വസിന്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ചന്ദ്രമതിയാണ്. 9ഉം 7ഉം വയസ്സ് പ്രായമുള്ള ടോട്ടോയും ജോവലും തങ്ങളുടെ നഷ്ടപ്പെട്ട ഭൂതകാലത്തെ ഭാവന കൊണ്ട് തിരിച്ചു പിടിക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഈ കഥ സമ്മാനിക്കുന്നുണ്ട്. യഥാർത്ഥമായി സംഭവിക്കുന്ന ഒരു കാര്യം അയാഥാർത്ഥ്യമായി അവതരിപ്പിക്കുന്ന മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. കാഡ്ജിനെ ഇന്ത്യാസ് എന്ന തുറമുഖ നഗരത്തിൽ നിന്നും മാഡ്രിഡ് എന്ന വലിയ നഗരത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ടോട്ടോയുടെയും ജോവലിന്റെയും കുടുംബം ഫ്ളാറ്റിൽ തുഴവെള്ളം തുഴയുന്നതും മറ്റു ദ്വീപുകളിലേക്കെന്ന പോലെ ഓരോ മുറികളിലേക്ക് തുഴഞ്ഞ് പോകുന്നതും സുഹൃത്തുക്കളും ഒന്നിച്ച് ഫ്ളാറ്റിലും മാഡ്രിഡ് നഗരത്തിലുമൊക്കെ പ്രകാശം ജലം കണക്കെ ഒഴുക്കിവിടുന്നതുമെല്ലാം വളരെ ഭംഗിയായി മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തിലൂടെ കഥാകൃത്ത് നമുക്ക് മുമ്പിൽ വരച്ചിടുന്നുണ്ട്. ചുരുക്കത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെയും ടോട്ടോയും ജോവലും തങ്ങളുടെ ഭാവന കൊണ്ട് തിരിച്ചു പിടിക്കുന്നുവെന്ന് സാരം.